രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടർക്കഥയാകുമ്പോൾ ഉത്തരേന്ത്യൻ സംഘങ്ങൾക്കൊപ്പം മലയാളികളും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കൊടുവള്ളി സ്വദേശി ജാഫർ എറണാകുളത്ത് പോലീസിന്റെ പിടിയിലായി. നേരത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്ന് തട്ടിപ്പിന് ഇരകളാകുന്നവരുടെയും സമാന തട്ടിപ്പുകളുടെയും എണ്ണം പെരുകുകയാണ്. പോലീസിന്റെ പേരിൽ മാത്രമല്ല CBI, ED, കസ്റ്റംസ് എന്നിങ്ങനെ വിവിധ അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് കോളുകൾ വരുന്നത്. വിശ്വസിപ്പിക്കാൻ വാട്സപ്പ് കോളുകൾ വരും. യൂണിഫോമിലുള്ള വ്യാജ ഉദ്യോഗസ്ഥൻ ഗൗരവത്തിൽ കേസിനെ കുറിച്ചും ഭവിഷ്യത്തുകളെ കുറിച്ചും പറയും. പതുക്കെ വിഷയത്തിലേക്ക് കടക്കും. അറസ്റ്റ് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുന്നതോടെ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് പണം അയച്ചു കൊടുക്കാൻ പലരും തയ്യാറാകും. 5 ലക്ഷം തട്ടിയെടുക്കുന്ന പരാതിയിലാണ് കൊടുവള്ളി സ്വദേശി ജാഫർ പിടിയിലായിട്ടുള്ളത്. തട്ടിയെടുത്ത പണം ജാഫറിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെ എറണാകുളം സൈബർ പോലീസാണ് ജാഫറിനെ പിടികൂടിയത്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിയ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് മുസിൽ, മിസ KP എന്നിവരായിരുന്നു അറസ്റ്റിലായത്. കാക്കനാട് സ്വദേശിയിൽ നിന്ന് 4 കോടിയായിരുന്നു സംഘം തട്ടിയെടുത്തത്. കൊച്ചി സൈബർ പോലീസ് തന്നെയായിരുന്നു പ്രതികളെ പിടികൂടിയത്. ഹലോ മിസ്റ്റർ ജിജീഷ് കരുണാകരൻ, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CBIയിൽ നിന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നോ ഒരു കോൾ വന്നാൽ, വാട്സാപ്പിൽ ഒരു കോൾ വന്നാൽ ഞാൻ വിശ്വസിക്കില്ല. എന്നാൽ വിശ്വസിച്ചു പോകുന്ന ആളുകൾ നമ്മളിൽ പലരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. അവരാദ്യം ചെയ്യുന്നത് വാട്സാപ്പ് കോളുകൾ വിളിക്കുന്നു, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്ന പണം നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തുന്നത്. തട്ടിപ്പുകൾക്ക് ഇരകളാകുന്നവരിൽ കൂടുതലും വിദ്യാസമ്പന്നർ തന്നെയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ നിരവധി ആളുകളെയും ഇവർ തട്ടിപ്പുകൾക്ക് ഇരകളാക്കുന്നുണ്ട്. അങ്ങനെ പണം പോയ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്കിടയിൽ. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു ആദ്യം വിളികൾ വന്നിരുന്നത് എങ്കിൽ മലയാളികൾ പോലും ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറിക്കൊണ്ട് കൂടുതൽ ആളുകളെ ഇരകളാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകാരെ നിങ്ങൾ കരുതിയിരിക്കണം. കൃത്യമായി തന്നെ അത്തരം കോളുകൾ വന്നാൽ അത് തട്ടിപ്പ് കോളാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.